അതെ, കുറേ ദിവസമായിട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ച ഒരു പരീക്ഷണ വീഡിയോ ആണ് ഇട്ടെന്ന്. അതിനായിട്ട് ഇതാ എൻ്റെ അടുത്ത് ചെറിയ പഴണ്ടേ, ഇത് മൈസൂർ പഴം എന്നാണ് ഇവിടെ പറയാം. അപ്പൊ എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് നോക്കാം. പാത്രത്തിൽ മൈദപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ടിരുന്നത്. ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. പഞ്ചസാരയും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കണേ. കളറിന് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ആവാം. വെള്ളം ഒഴിക്കണതിന് മുന്നേ തന്നെ ഒന്നും ഇങ്ങോട്ട് ഇളക്കണേ. വെള്ളം ഒഴിക്കാം. ആവശ്യത്തിന് ഇങ്ങനെ ഒഴിച്ചൊഴിച്ചൊഴിച്ച് ഇളക്കി പാകാക്കി എടുക്കണം. ഈ ഒരു മാവ് ഇതാണ് ഇതിന്റെ പരുവം. ഏലക്കായപ്പൊടിയാണ്, ഇത്തിരി അപ്പസോഡ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ കിട്ടും. അങ്ങനെ നമ്മളെ പഴംപൊരിന്റെ മാവ് റെഡി ആയിട്ടുണ്ട്. ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ മൈസൂർ പഴം വെച്ചിട്ട് പഴംപൊരി? മൈസൂർ പഴം ആയതുകൊണ്ട് തന്നെ 2 ഭാഗമാക്കി മാറ്റുന്നുള്ളൂ കേട്ടോ. ഈ ഒരു മാവൊക്കെ പഴത്തിന്റെ മുകളിലേക്കൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കട്ടെ, നന്നായിട്ട് അങ്ങോട്ട് പിടിപ്പിക്കട്ടെ. ഇങ്ങനെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ പെറുക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ദാ റെഡിയായി ഇങ്ങനെ വരുന്നുണ്ടേ. നന്നായിട്ടൊരു ഗോൾഡൻ കളറൊക്കെ ആയില്ലേതാ, കണ്ടോ? എന്തായാലും ഞാൻ വാങ്ങണേ. ഇത് കണ്ടിട്ടേ പോലെ തോന്നുന്നുണ്ട്. ഒരു പെരിഞ്ചാതി ടേസ്റ്റ് ഒന്നും പറയാൻ മാത്രമൊന്നുമില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. നല്ല പഴുത്ത പഴമായിരിക്കും, നല്ല രസമുണ്ടാവും. എന്നാലും കുഴപ്പമൊന്നുമില്ല. കട്ടൻ ചായന്റെ കൂടെ ഒക്കെ കഴിക്കാട്ടോ. അപ്പൊ ഉണ്ടാക്കി നോക്കണേ.